എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ചാരു ബോഗയോട് ഞാൻ ചാരുവാണ്, എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ബോഗയ്ക്ക് ഓർമ്മ പോയതുകൊണ്ട് തന്നെ അവരെ അറിയില്ല എന്ന് പറയാണ്. അന്ന് സത്യം പറയാൻ വേണ്ടി റോയ് ചൗധരി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആളൊരു ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആളുടെ ഓർമ്മ പോയത്. അപ്പോൾ ചാരുവും ദുർഗയും കൂടി ബോഗയെ കൊണ്ടുപോയി ബോലിയെ കാണിക്കുന്നുണ്ട്. ബോലിക്ക് കള്ളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ബോധത്തിലല്ലാവ അവൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ബോലിയെ കണ്ടതും ബോഗയ്ക്ക് ചെറുതായി എന്തൊക്കെയോ ആ ആക്സിഡൻറ്റിനെ പറ്റിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ആൾ നന്നായിട്ട് അസ്വസ്ഥനാവുമ്പോൾ അവർ അവിടെ നിന്ന് ആളെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇതിനിടയ്ക്ക് യഥാർത്ഥ ചതുർഭുജ് വരുന്നുണ്ട്. ആ കുട്ടിയെ ചാരുവും ദുർഗയും കൂടെ അവനെ ആരും കാണാതെ ഒളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം ഈ കാര്യങ്ങളെല്ലാം ബോലി കണ്ടുപിടിക്കുന്നുണ്ട്. ആ ചതുർഭുജായി വേഷം കെട്ടി വന്നത് ചാരു തന്നെയാണെന്ന് ബോലിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ മുന്നിലും പിന്നെയും അവൾ കുറ്റക്കാരിയാവുകയാണ്. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചാരു, ഞാൻ ഇങ്ങോട്ട് വന്നത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ എന്തിനാണ് വന്നതെന്നൊക്കെ ദുർഗയ്ക്ക് അറിയാം. ദുർഗ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ദുർഗയുടെ അടുത്തേക്ക് പോകുമ്പോൾ ദുർഗ ജുംകിയെ സ്വന്തം സഹോദരിയായിട്ട് അംഗീകരിക്കുന്നതും അവൾ കൺമുന്നിൽ കാണാണ്. മാത്രമല്ല ബോലി അവളോട് നിന്നേക്കാൾ കൂടുതൽ ദുർഗയ്ക്ക് ഇഷ്ടം ജുംകിയോടാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ചാരു നന്നായിട്ട് സങ്കടത്തോടു കൂടി കരയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും പോലീസുകാരെ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ വന്നിട്ട് ചാരുവിനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ദുർഗയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. ചാരുവിനെ കുറിച്ച് അവൾ എല്ലാവരോടും വന്ന് ചോദിക്കുമ്പോൾ ബിനോയ്, നീ ചാരുവിൻ്റെ പേര് ഈ വീട്ടിൽ ഉച്ചരിക്കാൻ പോലും പാടില്ല, അവൾ മരിച്ചെന്ന് നീ വിചാരിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ബിനോയ്ക്ക് നെഞ്ചുവേദന വന്ന് എല്ലാവരും കൂടെ ആളെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ ദുർഗയെ കൊണ്ട് ഇനി ചാരുവുമായി ഒരു ബന്ധവും വെക്കില്ല എന്ന് ബിനോയെ തൊട്ട് സത്യം ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്. ചാരുവിൻ്റെ മനസ്സിൽ ദുർഗയോട് ദേഷ്യമാകും ഉണ്ടാവുക. പക്ഷേ ദുർഗയ്ക്ക് ചാരുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ ഐ മിസ് യു ചാരു എന്നെല്ലാം ജോഗിങ്ങിനിടയിലൊക്കെ പറയുന്ന ആ സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചാരു ജയിലിൽ ദുർഗയെക്കുറിച്ച് എനിക്ക് നിന്നോട് വെറുപ്പാണ്, സുഹൃത്ത് ബന്ധത്തിനേക്കാളും രക്തബന്ധമാണ് നിനക്ക് വലുതെന്ന് നീ തെളിയിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ജയിലിൽ വെച്ച് തന്നെ നമ്മുടെ ചാരു ഒരു പോലീസുകാരൻ്റെ സഹായത്തോടു കൂടി ബാരിസ്റ്ററായിട്ടുണ്ടാകും. പക്ഷേ അവൾക്ക് വേണ്ട പൈസ ഒക്കെ അവൾ അറിയാതെ ആ പോലീസുകാരനെ ദുർഗാവും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ദുർഗയും ഒരു ബാരിസ്റ്റർ ആയിട്ടുണ്ടാവും. അവൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടു കൂടെ ജുംകിയും ബോലിയും സ്വീകരിക്കുന്നുണ്ട്. സന്തോഷം അഭിനയിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. പക്ഷേ സമ്പൂർണ്ണ ആകെ സങ്കടത്തോടു കൂടെയാണ് നിൽക്കുന്നത്. ബിനോയുടെ കൈ കൊണ്ട് അവൾക്ക് ആശീർവാദമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ സമ്പൂർണ്ണ ദുർഗയോട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ ആവാൻ എന്താ കാരണം എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ദുർഗ ആദ്യമായി വാദിക്കാൻ പോകുന്ന കേസിൽ ജയിച്ചാലേ അവൾക്ക് തുടർന്ന് വക്കീൽ ജോലി ചെയ്യാമെന്നും തോറ്റാലേ അവൾ കല്യാണം കഴിക്കേണ്ടി വരുമെന്നും സമ്പൂർണ്ണ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജയിലിൽ ആ പോലീസുകാരൻ ചാരുവിനോട് നീ ഒരിക്കലും ഈ കേസ് തോൽക്കാൻ വേണ്ടി പാടില്ല, തോറ്റാലേ നീ പിന്നെയും ഈ ജയിലിലേക്ക് വന്നിട്ട് 2 വർഷം ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചാരു ജയിലിന് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ചാളുകൾ കൂടിയിട്ട് അവളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് ദുർഗ വന്നാണ് അവളെ രക്ഷിക്കുന്നത്. അത് ചാരുവാണെന്ന് ദുർഗയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ദുർഗ ചാരുവിനോട് നമുക്ക് ഫ്രണ്ട്സ് ആകാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ആകാനൊന്നും പറ്റില്ല, ഏതായാലും നീ ചെയ്ത സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള രസഗുള ചാരു അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും 2 വഴിക്ക് പോവുകയാണ്. അങ്ങനെ അവർ നേരെ ചെന്നെത്തുന്നത് ഒരു നാടകം നടക്കുന്ന സ്ഥലത്തേക്കാണ്. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോയെ ആൾക്കാരെല്ലാം കൂടിയിട്ട് ഓട്ടോഗ്രാഫ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കൂടി നിൽക്കുന്നുണ്ട് ആളുടെ ചുറ്റും. അപ്പോൾ ദുർഗയുടെ കഴുത്തിലെ സ്കാർഫ് പറന്ന് അവൻ്റെ അടുത്താണ് പോയി വീഴുന്നത്. അപ്പോൾ ഇതാണ് ഈ കഥയിലെ നായകൻ. അവൻ്റെ പേര് അനിർബാൻ എന്നാണ്. അപ്പോൾ അവൻ അത് ആരുടെ ആണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അതേ കളർ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ചാരുവിനെയാണ് അവൻ കാണുന്നത്. അപ്പോൾ അത് അവളുടെ ആണെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ സ്കാർഫിൽ നീ മുടി കെട്ടിയിടാതെ അഴിച്ചിട്ടിട്ടാണ് കാണാൻ ഭംഗിയെന്ന് എഴുതിയിട്ട് ചാരുവിനെ അത് എറിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ചാരുവിന് ഈ സ്കാർഫ് എവിടുന്ന് വന്നു എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൾ അതൊന്നും വായിക്കാതെ അവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സ്കാർഫ് തിരഞ്ഞു വന്ന ദുർഗ അത് കണ്ടിട്ട് അത് എടുത്ത് വായിക്കുന്നുണ്ട്. അത് അവൾക്ക് വേണ്ടി എഴുതിയതാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ ആ പരിപാടിക്ക് ജുംകിയും ബോലിയും കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അനിർബാനെ കണ്ടിട്ട് ജുംകിക്ക് അവനോട് ക്രഷൊക്കെ അടിക്കുന്നുണ്ട്.
പിന്നെ അനിർബാൻ അവൻ്റെ വീട്ടിൽ പോയി നാടകത്തിൽ അവന് ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞ് സമ്മാനം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ അച്ഛൻ അത് മേടിച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. അയാളുടെ പേര് അഭിരൂപ് ബാനർജി എന്നാണ്. അയാളുടെ മൂത്ത മകനാണ് അനിർബാൻ. അവൻ തെരുവിൽ നാടകം കളിക്കുന്നത് അയാൾക്ക് കുറച്ചിലാണെന്നും അവൻ്റെ സഹോദരൻ മിഹിർ വിദേശത്ത് പഠിക്കുകയാണ്, അവനെ കണ്ട് പഠിക്കാനും അഭിരൂപ് പറയുമ്പോൾ ഞാൻ മിഹിറിനെ പോലെയല്ല, എന്നെ അവനുമായിട്ട് അച്ഛൻ കമ്പയർ ചെയ്യരുതെന്ന് പറയുമ്പോൾ അഭിരൂപ് ദേഷ്യം വന്നിട്ട് അവനെ അടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് അത് തടയാണ്. അപ്പോൾ അഭിരൂപ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ അച്ഛനിപ്പോൾ കുറച്ച് ദേഷ്യത്തിലാണ്, ആൾക്ക് ആ രാജനഗറിലുള്ള ആ ഒരു ഭൂമി കൈവിട്ട് പോകുമോ എന്നുള്ള ആ പേടിയാണ് ഉള്ളത് എന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദുർഗ കുറച്ച് ആളുകളുമായി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. കേസിന്റെ കാര്യമാണ് അവർ സംസാരിക്കുന്നത്. ഒരാൾ അവരുടെ കയ്യിൽ നിന്ന് സ്ഥലം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ടെന്നെല്ലാം അവർ പറയുന്നുണ്ട്. ഇതേ സമയം ചാരുവിനോടും കുറച്ച് ആളുകൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ അനിർബാൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ആ സ്ഥലം അച്ഛന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അഭിരൂപ് അവനെ എതിർത്തിട്ട് നീ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അപ്പോൾ അനിർബാൻ അച്ഛന് എന്നെ വിശ്വാസമില്ല, അച്ഛന് എനിക്ക് ഒരു കഴിവുമില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ എന്തായാലും ആ സ്ഥലം അച്ഛന് തന്നെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ദുർഗയോടും ചാരുവിനോടും സംസാരിച്ച ആ ആൾക്കാർ തമ്മിൽ അടിയുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചാരുവും ദുർഗയും വന്ന് നിങ്ങളിങ്ങനെ തല്ലുണ്ടാക്കിയാൽ നമ്മൾക്ക് കേസിൽ ജയിക്കാൻ പറ്റില്ല, മറിച്ച് നമ്മളെല്ലാവരും ഒരുമയോട് കൂടി നിന്നാൽ ഈ കേസിൽ നമ്മൾ തന്നെ ജയിക്കും, ആ സ്ഥലം നമുക്ക് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം കോംപ്രമൈസ് ആക്കി എല്ലാവരെയും ഒരുമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.